ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നാളുകളാണ് വലിയ നോയമ്പിൻ്റെ കാലം. ആത്മശുദ്ധിയുടെയും വ്രതാനുഭവങ്ങളുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും നല്ല നാളുകൾ, അനുതാപത്തിൻ്റെ അനുഭവങ്ങളിലേക്കും പുതിയ ജീവൻ്റെ പുതുക്കത്തിലേക്കും പ്രവേശിക്കുന്ന നാളുകൾ. ആ നാളുകളിൽ കർത്താവ് നൽകുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നോയമ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് The Lent season is a protest against all the evil powers of this world. ഈ ലോകത്തിൻ്റെ എല്ലാവിധമായ പൈശാചിക തിന്മ ശക്തികൾക്ക് നേരെയുള്ള ഒരു വലിയ ശക്തിയാണ് നോയമ്പ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ നോയമ്പ് കാലഘട്ടത്തിൽ പെസഹ ബുധനാഴ്ചയുടെ ചിന്ത നിലനിൽക്കുന്നത് 10 കന്യകമാരുടെ അനുഭവങ്ങളാണ്. അവിടെ കർത്താവ് ആ ഉമ്മ പറയുമ്പോൾ ആരാണ് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുന്നത്? ആ 10 കന്യകമാരും മണവാളനെ എതിരേൽപ്പാൻ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എത്രയോ കന്യകമാർ ആ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ 10 പേരെ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ വിളിയും തിരഞ്ഞെടുപ്പും അവരുടെ ജീവിതത്തിനുണ്ട്. എന്നാൽ അവരുടെ ആ 5 പേർ വിളക്കിൽ എണ്ണ കരുതുകയും 5 പേർ വിളക്കിൽ എണ്ണ കരുതാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് പ്രധാനമായി നാം ചിന്തിക്കേണ്ടത്. ദ സെൻസ് ഓഫ് ദ കൺവിക്ഷൻ അബൌട്ട് ദെയർ കമ്മിറ്റ്മെൻറ്റ്, അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അലസമായ ജീവിത അനുഭവങ്ങളുമായിട്ടല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ ആ സമർപ്പണത്തിൽ, ആ വിളിയിൽ, ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും ആയിരിക്കുന്നു എന്ന് പറയുന്നത്. അവരെല്ലാവരും തന്നെ ബുദ്ധിയുള്ളവരാണ്, 10 പേരും ബുദ്ധിയുള്ളവർ തന്നെയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ അലസ മനോഭാവങ്ങൾ, അത് തങ്ങളുടെ സമർപ്പണത്തെ, വിളിയെ, തിരഞ്ഞെടുപ്പിനെ തകർക്കുന്ന ഒന്നാണ് എന്ന് കർത്താവ് അവിടെ പറയുവാൻ ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വിളിയും തിരഞ്ഞെടുപ്പും വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരനുഭവം അവർക്കുണ്ടായിരുന്നു. ആ ജാഗ്രത പുലർത്തുന്നതിന് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു മനസ്സാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവർ പാത്രങ്ങളിൽ എണ്ണയെടുക്കുവാൻ മറന്നുപോകുന്നത്. പ്രിയ ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്താൽ വിളിക്കപ്പെട്ടതും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതുമാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രകളിൽ എല്ലായ്പ്പോഴും ആ ഒരു സെൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥമായ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ കഴിയൂ. നോക്കൂ, ഞാൻ മുമ്പ് പറഞ്ഞു, നോയമ്പ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പൈശാചിക ശക്തികളുടെ മേൽ വിജയം കണ്ടെത്തുന്ന ഒന്നാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ, ദ സെൻസ് ഓഫ് കോൺഷ്യസ്നെസ് അബൌട്ട് their own commitment, their own calling, their own chosen experience, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതെ പോകുന്ന, കാര്യമില്ലാതെ പോകുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് നമ്മുടെ ദിനംതോറുമുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു. നിയോഗ വഴികളിൽ ഞാൻ കർത്താവിനോടുകൂടെ ജീവിക്കും. അവനാണ് എൻ്റെ ജീവൻ്റെ വെളിച്ചം, അവനാണ് എൻ്റെ ജീവൻ്റെ എണ്ണ എന്നുള്ള അനുഭവത്തോടുകൂടെ, ആ വിളക്ക് കത്തുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളും കത്തി ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ നാം പുലർത്തുന്ന ഈ നോയമ്പിൻ്റെ അനുഭവങ്ങൾ അർത്ഥപൂർണമായി തീരും. അതിനായി സർവശക്തൻ
നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.